ഇതിൽ യു ഡി എഫിലെ ഘടകകക്ഷിയാക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, ഞാൻ മുമ്പും പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു കമ്പ്യൂട്ടറും ഒരു ഭാര്യയും ഭർത്താവും മാത്രമുള്ള ഒരു പാർട്ടി ഇതിലെ ഘടകകക്ഷിയാണ്, കേരള പ്രവാസി അസോസിയേഷൻ. ആർക്കും അറിയില്ല. ജനങ്ങളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പി വി അൻവറിനെ എന്താ പറയുക, മാമോദിസ മുക്കിയിട്ട് കയറ്റണമെന്ന് പറയുന്ന ആ ബഹുമാനപ്പെട്ട ചെയർമാനോട് ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിക്കും. അതായത് JSS 2016 UDF വിട്ട് തിരിച്ച് BJP തീർന്നു. BJPയിൽ JSS നമ്മളെ പഴയ ഗൗരിയമ്മൻ്റെ പാർട്ടിയാന്ന് തോന്നുന്നു. 2017 രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായ സമയത്ത് UDFൽ എടുക്കാൻ വേണ്ടി നോട്ടീസ് കൊടുത്തു. ഈ ഇരിക്കുന്ന ചെയർമാൻ്റെ റെക്കമെൻഡേഷൻ, ഇപ്പം ഇരിക്കുന്ന UDF ചെയർമാൻ്റെ റെക്കമെൻഡേഷനിൽ അവരെ തിരിച്ചെടുത്തു. 2 ദിവസം കേട്ടോ. അപ്പം ഇനി ഞാൻ BJPയിൽ പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ അദ്ദേഹം സ്വാഗതം ചെയ്യുമായിരിക്കാം. ഇതാണ് എന്താ പറയുക നിലപാട് എന്ന് പറയുന്നത്. അപ്പം ജനങ്ങൾ ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അവസാനിപ്പിക്കുന്നു. കാരണം നീ ഇപ്പോൾ ഈ കാര്യങ്ങൾ ഈ കോലത്തിൽ പറയാൻ കഴിയോ? നിങ്ങൾ ഈ മൈക്കും കൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം അങ്ങനെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ യഥാർത്ഥ വിഷയത്തിലേക്ക് കിടക്കുക. ഈ പറയുന്ന ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആശങ്കകളും ഇതെല്ലാം അവസാനിച്ചിട്ട് ഞങ്ങളൊരു തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇനി ഒരു പ്രതീക്ഷയില്ല. വാതിലടച്ചു കഴിഞ്ഞു. UDFൻ്റെ ഒപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ പിന്നിൽ നിന്നുകൊണ്ട് സഹായിച്ചാൽ പോലും പിണറായി സം വിജയിക്കാൻ പോകുന്നില്ല. അവിടെ ഈ പറയുന്ന UDFനെ പിണറായി സത്തിനെതിരെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല. ഞാൻ ജയിക്കുമോ അല്ലെങ്കിൽ LDF ജയിക്കുമോ എന്നുള്ളതൊക്കെ ജനങ്ങൾ തീരുമാനിക്കും. നമുക്കത് കാണാം. ആര്യാടൻ ഷൗക്കത്ത് ജയിക്കാൻ പോകുന്നില്ല. ആ വണ്ടിയിൽ കയറി നിന്ന് അതിന് പിന്തുണ പ്രഖ്യാപിച്ച് പിണറായി സം അവസാനിപ്പിച്ച് ഞങ്ങളുടെ പാർട്ടിയും ഇന്ന് കേരളത്തിലെ ജനങ്ങൾ സ്നേഹപൂർവ്വം കാതോർക്കുന്ന ഈ അക്രമ രാഷ്ട്രീയം, ഈ കുടുംബാധിപത്യ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന ബോധ്യം കൊണ്ട് പിണറായി സത്തിന് കേരളത്തിൽ എത്ര വോട്ടുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ എന്താ പറയുക ഇതിലേക്ക് കിടക്കുകയാണ്. എന്താ പറയുക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് കിടക്കുകയാണ്, ഇലക്ഷനിലേക്ക് കിടക്കുകയാണ്. അതുകൊണ്ട് അത് പറയുന്നതിന് മുമ്പ് എനിക്ക് പറയേണ്ട ചില വിഷമങ്ങളുണ്ട്. ഞങ്ങൾക്ക് പിന്തുണ നൽകിയ UDFൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ എല്ലാവരോടും അങ്ങേയറ്റത്തെ കടപ്പാടുണ്ട്. ഇന്നലെ രാത്രി പോലും ഈ വിഷയത്തിൽ ഇടപെട്ട മക്കത്ത് ഹജ്ജിന് പോയ പാണക്കാട് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോട് ക്ഷമയോദിക്കുകയാണ്. നിങ്ങളോടുള്ള കടപ്പാട് ഞങ്ങൾ അറിയിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാക്കന്മാരായ ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ, K സുധാകരൻ, രമേശ് ചെന്നിത്തല, ഈ പറയുന്ന K മുരളീധരൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാഹുൽ മാങ്കൂട്ടം തുടങ്ങിയിട്ട് പേര് പറഞ്ഞതും അറിയാത്തതുമായ നേതാക്കന്മാർ, KPCCയുടെ പ്രസിഡന്റ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സണ്ണിച്ചായൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് LDFൻ്റെ കൺവീനർ അടൂർ പ്രകാശ്, UDF കൺവീനർ. തെറ്റും യാതൊരു നിവൃത്തിയില്ല, നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ പറയുന്നത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവരോടും അവർ നടത്തിയ പരിശ്രമങ്ങൾക്ക് നന്ദി പറയാണ്. ഇന്ന് വരെ ഇതിനോടൊപ്പം നിന്ന കേരളത്തിലെ UDFൻ്റെ മുഴുവൻ പ്രവർത്തകർക്ക്, സാമൂഹിക നേതാക്കന്മാർക്ക്, സാമുദായിക നേതാക്കന്മാർക്ക് എല്ലാവരോടും ക്ഷമയോദിക്കുന്നു. നിങ്ങളുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതിന് കൂട്ടത്തിൽ ഒറ്റ കാര്യം കൂടി ഞാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ ചെയർമാൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ എല്ലാ കാര്യം ആലോചിച്ചാണ് തീരുമാനിച്ചതെന്ന്. ഒറ്റ കാര്യത്തിന് അദ്ദേഹം മറുപടി പറയണം. നിങ്ങൾ K സുധാകരേട്ടനോട് പോയി ചോദിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപന ദിവസം 2:30 മണിക്ക് ചെന്നൈയിൽ നിന്ന് എന്നെ ഫോണിൽ വിളിക്കുക. നീ എവിടെ ഉണ്ടടാ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതായിട്ടുണ്ട് സുധാകരേട്ട, വീട്ടിലുണ്ട്, എനിക്ക് നിന്നെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ കാണാം, എന്താ കാര്യം ചോദിച്ചാൽ നമുക്ക് ആ വിഷയങ്ങളൊന്ന് തീർക്കണം, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ 5 മണിക്ക് 4:30 മണിക്ക് എയർപോർട്ടിൽ ഇറങ്ങുന്നു പറഞ്ഞു. അങ്ങനെ അദ്ദേഹം 4:30 മണിക്ക് എയർപോർട്ടിൽ ഇറങ്ങുന്നു. ഞാൻ വിളിക്കുന്നു. അദ്ദേഹം മഞ്ചേരിയിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ വന്നാൽ അത് വാർത്തയാവും, നമുക്ക് സ്വകാര്യത്തിൽ എവിടെയെങ്കിലും ഇരിക്കാമെന്ന് പറഞ്ഞു. മഞ്ചേരിയിൽ ഞങ്ങൾ ഇരിക്കുക. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ കാറിൽ നിന്ന് എന്താണ് നിങ്ങളെ വിശദമായ ഉദ്ദേശം ചോദിച്ചപ്പോൾ സ്ഥാനാർത്ഥി നിർണയം നമുക്ക് സെറ്റിൽ ചെയ്യണം, നമുക്ക് ഒരുമിച്ച് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പം പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്താൽ പ്രഖ്യാപിക്കാൻ പോകണല്ലോ, വാർത്തകൾ വന്നുകൊണ്ടിരിക്കണം, നിങ്ങൾ ആ ഫോണൊന്ന് ഓണാക്കി നോക്കി സുധാകരേട്ടാന്ന് പറഞ്ഞു. അതൊന്നും ഉണ്ടാവില്ല, ഞാനറിയാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. ഞാനൊരു AICCയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാഴ്ച മുമ്പ് അതൊന്നും അവർ ചെയ്യില്ലടാ. അത് പത്രം വാർത്തകൾ TV-യിൽ നീ നോക്കണ്ട,
നീ വെയിറ്റ് ചെയ്യാൻ നമുക്ക് തീർക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് മഞ്ചേരി എൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും ഇവർ പ്രഖ്യാപിച്ചു. അപ്പോഴും ഈ സാധു ഈ വിവരം അറിയുന്നില്ല. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇതിനെ കാണിച്ചു കൊടുത്തു, പ്രഖ്യാപിച്ചല്ലോ എന്നാണ്. അദ്ദേഹം തരിച്ചു ഇങ്ങനെ നിന്നു. ഒരു വാക്ക് തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന എന്നോടൊരു വാക്ക് പറഞ്ഞില്ല. എൻ്റെ വിഷമം പറഞ്ഞു. എത്ര കാലമായി ഈ കോൺഗ്രസിന് വേണ്ടി കൈലുക്കുന്നു? ഈ പിണറായിക്കെതിരെ അതിശക്തമായി പറയുന്ന കോൺഗ്രസ്, കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തനം ഇഷ്ടപ്പെടുന്ന കാരണവർ, ഇന്ന് കോൺഗ്രസ് പാർട്ടിയിലെ കാരണവർ ഏകദേശം പിണറായിൻ്റെ പ്രായം അദ്ദേഹത്തിനുണ്ട്. നിങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാ. 80 വയസ്സ് കിടക്കുക. അതിൻ്റെ ഒരാഴ്ച മുമ്പാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുന്നത്. AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം. ഒരു വാക്ക് ആ പ്രഖ്യാപിക്കുമ്പോൾ, ഹലോ സുരേട്ടാ ഞങ്ങളിങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ട്, പറഞ്ഞോ, ചോദിച്ചോ? എന്ത് മര്യാദയാണ് ഈ VD സതീശനിൽ ഇനി പ്രതീക്ഷിക്കേണ്ടത്? നിങ്ങൾ ചോദിക്കൂ സുധാകരേട്ടനോട്. അദ്ദേഹം കളവൊന്നും പറയുന്നതിൽ വിശ്വാസം എനിക്കില്ല. നിങ്ങൾ ചോദിക്കൂ. അപ്പം ആരെ കണ്ടിട്ട് ഇനി ഞാൻ നിൽക്കണം? ഇതാണ് ഇതിൻ്റെ വസ്തുത. അതായത് ഈ പറയുന്ന VD സതീശനും ആ ചുറ്റും നിൽക്കുന്ന ഉപജാപക സംഘങ്ങളും പറയപ്പെടുന്ന കഴിഞ്ഞ കാലത്തെ ഹരിത MLA മാർ, ഇതിലെ ഒരു വിഭാഗവും ഈ കോൺഗ്രസിനെ കുട്ടിച്ചോറാക്കി കോൺഗ്രസിലെ ഉത്തരവാദിത്തപ്പെട്ട കാരണവന്മാരായി ഇന്ന് തിളങ്ങി നിൽക്കുന്ന മുല്ലപ്പള്ളി സാർ ഉൾപ്പെടെ, AK ആന്റണി സാർ ഉൾപ്പെടെ, സുധീരൻ സാർ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെയും സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ നേടും, ഞാൻ തീരുമാനിക്കും. ഒരു ഹിറ്റ്ലറിൻ്റെ രൂപം നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ വ്യക്തിയിൽ? ഇന്നത്തെ ഈ അവസാനത്തെ ആ പ്രഖ്യാപനമൊക്കെ നിങ്ങൾ കണ്ടില്ലേ? വാതിലടച്ചു. ഹിറ്റ്ലറിസം അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കേരളത്തിൽ നടക്കുന്നത്. ബഹുമാനപ്പെട്ട KC പോലും വാക്ക് പറയാൻ ശേഷിയില്ലാതെ, ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള ഈ പറയുന്ന ബഹുമാനപ്പെട്ട K കരുണാകരൻ്റെയും ഉമ്മൻചാണ്ടി സാറിൻ്റെയും ഈ പറയുന്ന KM മാണിയുടെയും കൂടെ 10, 35, 40 വർഷമായി കേരളത്തിൻ്റെ ഭരണത്തിൽ മന്ത്രിയായി കേരളത്തിൻ്റെ രാഷ്ട്രീയം തീരുമാനിക്കുന്നതിൽ ഉന്നത നിലവാരം പുലർത്തി അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള നേതാക്കളോട് പോലും പുച്ഛഭാവത്തിൽ പെരുമാറുകയും ധിക്കാരം കാണിക്കുകയും ഏത് പാണക്കാട് തങ്ങൾ എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ തങ്ങന്മാരുടെ പാണക്കാട് തങ്ങളുടെയും ഇവിടുത്തെ സാമുദായിക നേതാക്കന്മാരുടെയും മതമേലധ്യക്ഷന്മാരുടെയും ഇടപെടൽ പോലും പുച്ഛിച്ച് തള്ളുന്ന ആ വ്യക്തി UDFൻ്റെ നേതൃത്വത്തിലിരിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് അതിലേക്ക് വാതിൽ കൂടി അടച്ചുകൊണ്ട് ഇനി ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഓപ്ഷനുമില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ. എൻ്റെ ജീവൻ നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിലാണ്. ആ മലയോര കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോരാട്ടം മുഴുവൻ നടത്തിയത്. അവരുടെ കാർഷിക പ്രശ്നങ്ങൾ, അവിടുത്തെ വന്യമൃഗ ശല്യം, ഈ പോലീസിൻ്റെ അക്രമം, തൊഴിലാളികളുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നം, ഈ പറയുന്ന ടാപ്പിംഗ് തൊഴിലാളികളുടെ പ്രശ്നം, ഈ പറയുന്ന എന്താ പറയുക കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് സബ്സിഡി കൊടുത്തിട്ട് 4-5 വർഷമായി. ഇങ്ങനെ ജനങ്ങളുടെ നിത്യജീവിതം, ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പ്രശ്നം, വഴിയോര കച്ചവടക്കാരുടെ പ്രശ്നം, ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ 18 മണിക്കൂറും കഠിനാധ്വാനം നടത്തുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ ഈ ഗവൺമെൻറ്റിൻ്റെ ചില നിലപാടുകൾ ശരിയാവുന്നില്ല. പ്രയാസത്തിലാണ് ഇവിടുത്തെ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർക്ക്, സഖാക്കൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കന്മാരെ അപമാനിച്ചു വിടുന്നു കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും പോലീസും. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ആ ഗവൺമെൻറ്റിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് ഞാൻ. ഇവിടെയാണ് എന്നെ കത്രിക പൂട്ടിട്ട് പൂട്ടുന്നത്.